بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا ربنا زدنا علما نافعا. എന്താണ് ഉലൂഹിയത്ത്? ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ളവർ പോലുമില്ല എന്ന് നിഷേധിക്കുകയും അതിന്റെ അവകാശം അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കലുമാണ് ഉലൂഹിയത്ത്. ഇനി അസ്മാഉ സിഫാത്തോ? അസ്മാഉ സിഫാത്ത് ഐ ബി അന്നഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഒന്ന്, ഇസ്മ പേര് എന്നതിന്റെ ജമ്മാണ് അസ്മാ, പേരുകൾ. അപ്പൊ അള്ളാഹുവിന് ചില പേരുകളുണ്ട്. ആ പേരുകൾ എന്താണ്? ഹുസ്നയാണ്, മനോഹരമായ പേരുകളാണ്. ഏറ്റവും മനോഹരമായ പേരുകളാണ് അള്ളാഹുവിനുള്ളത്. ഇനി അസ്വിഫാത്തുൽ കാമില, അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളുടെ പ്രത്യേകത എന്താണ്? ആ വിശേഷണങ്ങളെല്ലാം പരിപൂർണതയുടെ അടയാളമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, ഭംഗിയുള്ളതല്ലാത്ത പേര് അള്ളാഹുവിന് ഉണ്ടാകൂല. അപ്പൊ അള്ളാഹുവിന്റെ പേരുകളെല്ലാം എന്തായിരിക്കും? ആശയതലത്തിൽ ഭംഗിയുള്ളതായിരിക്കും. മാത്രമല്ല അള്ളാഹുവിന്റെ ഇസ്മുകളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അത് മദ്ലൂലുകളായിരിക്കും. അഥവാ ഇപ്പം ചില ആളുകളുടെ പേര് എടുത്താൽ അത് അനുവദനീയമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇസ്ലാമിൽ പേരിടുന്നതിന് നിയമം എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? മോശപ്പെട്ടതാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥം മോശപ്പെട്ടതാകരുത് എന്നതാണ് നിയമമുള്ളൂ. അതല്ലാത്ത ഏത് പേരുമാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. ചില പേരിനൊന്നും അർത്ഥം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി പേരിന് അർത്ഥം ഉണ്ടെങ്കിൽ ആ അർത്ഥവുമായി അവന്റെ പ്രവർത്തനം യോജിക്കണമെന്നുമില്ല, അല്ലെ? ഇഹ്സാൻ എന്ന് പേരുണ്ടാവും. ഇവിടെ ആരില്ലല്ലോ ഇഹ്സാൻ എന്ന് പേരുള്ള. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിലെ 3 മർത്തബകൾ ആലാ മർത്തബയാണ്. അമ്പിയാക്കളൊക്കെയുള്ള എത്തുന്ന തഖ്വയുടെ മർത്തബയാണ് ഇഹ്സാൻ, അല്ലെ? അള്ളാഹു നമ്മളെ കാണുന്നു എന്ന ബോധ്യം, ആ ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന തഖ്വയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉന്നത മർത്തബയാണ് ഇഹ്സാൻ. പക്ഷേ ഇഹ്സാൻ അല്ലെങ്കിൽ മുഹ്സിൻ എന്ന് പേരുള്ളവർ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. സജ്ജാദ് എന്ന് പേരുള്ളവരുണ്ടാവും. സജ്ജാദ് ആരെങ്കിലും ഉണ്ടോ അവിടെ? അപ്പൊ സജ്ജാദ് പേരുണ്ടാവും. സജ്ജാദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവർന്ന് കൂടല്ല, അതിന്റെ എന്താണ്, അഫ്ളൽ വസനാണ്. ധാരാളമായി സുജൂദ് ചെയ്യുന്നവെന്ന അർത്ഥം. പക്ഷെ പള്ളിയിൽ തന്നെ കയറാനും സുജൂദ് തന്നെ ചെയ്യാനും തൗഫീഖ് ഉണ്ടായിക്കൊള്ളണമെന്ന് ഉറപ്പില്ല. അപ്പം എല്ലാ പേരും അത് മദ്ലൂലുകളാകണമെന്ന് നിർബന്ധമല്ല. അതിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകണമെന്നോ ആ അർത്ഥം അവരുമായി യോജിക്കണമെന്നോ നിർബന്ധമല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ, അതിന്റെ പ്രത്യേകത എല്ലാ മദ്ലൂലുകളായിരിക്കും. എല്ലാ ഇസ്മിനും ഒരു അർത്ഥം ഉണ്ടാകും. ആ അർത്ഥം അവന്റെ പ്രവൃത്തിയും വിശേഷണവുമായി യോജിക്കുന്നതുമായിരിക്കും. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ ഇസ്മുകളിൽ. ഇനി സിഫാത്തിലേക്ക് വന്നാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെല്ലാം പരിപൂർണതയുടെ സിഫത്തുകളായിരിക്കും. ന്യൂനതകൾ ഉണ്ടാവില്ല, അല്ലെ? മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വിശേഷണങ്ങൾ രണ്ടും ചേർന്നതായിരിക്കും. നല്ല സത്യസന്ധനക്കാണ്, പക്ഷെ എന്താ, ഉറങ്ങിയാൽ പിന്നെ വിളിച്ചാൽ എണീക്കൂല എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. ആള് നല്ല ഉഷാറാണ്, പക്ഷെ ഭയങ്കര തീറ്റയാണ് എന്ന് നമ്മൾ പറയും, അല്ലെ? ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ന്യൂനതയായിരിക്കും. ചില കാര്യം ന്യൂനതയായിരിക്കും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ന്യൂനത ഇല്ലാതെ ഉണ്ടാകൂല. മാത്രമല്ല, ഇനി മനുഷ്യരുടെ നല്ല കാര്യങ്ങൾ പോലും മറുഭാഗത്ത് അഥവാ നമ്മുടെ ജീവിതക്രമം പോലും ന്യൂനതകളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഉറങ്ങും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാതിരിക്കാൻ കഴിയില്ല. ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു നിലക്ക് എന്താണ്? ന്യൂനതയാണ്. കാരണം ആ ഉറങ്ങുന്ന സമയം നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ലോകവുമായി നമ്മൾ എന്താകാണ്? ഡിസ്കണക്ട് ചെയ്യാണ്. അപ്പൊ അതൊരു ന്യൂനതയാണ്. ആ ന്യൂനത ഇല്ലാതെ ശരിക്കും മനുഷ്യനില്ല. ആ ന്യൂനത കൂടിയതാണ് മനുഷ്യൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെ കുറിച്ച് പറയുമ്പോൾ ന്യൂനതകളൊന്നും ഉണ്ടാകൂല. ലോകവുമായി ഡിസ്കണക്ട് ആകുക എന്നത് ന്യൂനതയാണ്. എന്നാൽ അപ്പൊ ആ ന്യൂനതയുള്ള വിശേഷണം റബ്ബിനുണ്ടാകൂല. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളെല്ലാം എന്തായിരിക്കും? പൂർണ്ണതയുടെ സിഫത്തുകളായിരിക്കും, ഉല്യയായിരിക്കും, ഉന്നതമായ സിഫത്തുകളായ വിശേഷണങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉണ്ടാവുക എന്നാണ്. ഇനി വനുഅ്മിനു ബിവഹ്ദാനിയതിഹി ഫീ ദാലിക്, ഈ പറഞ്ഞ തൗഹീദിന്റെ, അള്ളാഹു നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ 3 തൗഹീദിന്റെ ഇനങ്ങളിലും അള്ളാഹു ഏകനാണ്. അപ്പൊ അള്ളാഹു ഖാലിഖാണ്, അവന്റെ ഖൽക്കിന്റെ വിഷയത്തിൽ ഏകനാണ്.
അള്ളാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട്. ആ ഇസ്മുകളുടെ വിഷയത്തിൽ അവൻ എന്താണ്? ഏകനാണ്. ആ പേര് മറ്റൊരാൾക്കില്ല. എന്താണ് അതിന്റെ തെളിവ്? ഒന്ന് വിശദീകരിച്ച് പറയാൻ അള്ളാഹുവിന്റെ റുബൂബിയത്തിലോ അവന്റെ ഉലൂഹിയത്തിലോ അവന്റെ അസ്മാ വ സിഫാത്തിലോ മറ്റൊരാൾക്കും പങ്കില്ല. അവനതിൽ ഏകനാണ്. സൂറത്ത് മറിയമിലെ ആയത്താണ് റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. അപ്പോൾ റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും അതിനിടയിലുള്ളതിന്റെയും റബ്ബാണ് അവൻ. ഇവിടെ ഒരു ഈ ആയത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കൂട്ടിച്ചേർത്ത് പറയുന്ന രണ്ട് പദങ്ങളാണ് സമാവാത്തും അർദും. അപ്പം ഒന്ന് എന്താണ്? ഒന്ന് ജമ്മാണ്, സമാവാത്ത് ആകാശം, സമാവാത്ത് ആകാശങ്ങൾ. അർളോ മുഫ്രദാണ്, ഒന്നാണ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? അത് പ്രത്യേകം പറയാൻ കാരണം, അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ചില ആളുകൾ പറയാറുണ്ട് ഭൂമി ഒന്നും ആകാശം നമുക്കറിയാം എത്രണ്ണുണ്ട്? 7 എണ്ണുണ്ട്. അപ്പൊ ഭൂമി ഒന്നും ആകാശം 7 എന്നുമാണ് നമ്മൾ എന്താക്കുക സാധാരണ പറയാറുള്ളതും ചില ആളുകളെങ്കിലും ഒക്കെ ഇത്തരം ആയത്തുകൾ വിശദീകരിക്കാറുള്ളതും. ശരിക്കും അങ്ങനെയല്ല. അഹ്ലു സുന്നയുടെ വിശ്വാസം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലേറ്റവും റാജിഹായ അഭിപ്രായം ആകാശം 7 എണ്ണുണ്ട്, ഭൂമി എത്ര എണ്ണുണ്ട്? 7 എണ്ണം തന്നെ ഉണ്ട് എന്നതാണ് ശരിയായ വിശ്വാസം. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പ്രയോഗിച്ചു? ഖുർആൻ എവിടൊക്കെ സമാവാത്തോ അർളോ ചേർത്തി പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സമാജമും അർള് മുഫ്രദുമായിരിക്കും. ഇപ്പൊ നമുക്ക് സമാവാത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അർളിന്റെ ജമ്മ ആർക്കറിയാം? അറാദി. ഖുർആൻ നമ്മൾ അങ്ങനെ വ്യാപകമായി കാണുന്നതല്ല അറാദി എന്നത്, അല്ലെ? ഇതെന്തുകൊണ്ട്? അത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? പല കാരണങ്ങളും പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ പ്രബലമായ ഒരു കാര്യം, ആകാശം എന്ന് പറയുന്നത് ഉന്നതികളിലാണ്, മുകളിലാണ് എന്നതുകൊണ്ട് അതിനെ ജമ്മായി പ്രയോഗിക്കുന്നു. ഭൂമി എന്ന് പറയുന്നത് ഇനി താഴോട്ടാണ്, ദർക്കുകളാണ്. അപ്പൊ അവിടെ മുഫ്രദായും പ്രയോഗിക്കുന്നു. അപ്പൊ മാത്രമല്ല അതിന്റെ വിശാലതയെക്കുറിച്ച് പറയുമ്പോൾ ആകാശം പരന്നു കിടക്കുന്നത് വിശാലമാണ്, ഭൂമി അത്ര തന്നെയല്ല. അപ്പൊ കമ്പാരിറ്റീവ്ലി ആകാശം എന്താണ്? കുറച്ചുകൂടെ വലിയ സ്പേസ് ആണ് എന്ന അർത്ഥത്തിലാണ് ഇത് രണ്ടും പ്രയോഗിക്കുമ്പോൾ എപ്പോഴും സമാവാത്ത് എന്ന് പ്രയോഗിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും അതിനിടയിലുമുള്ളതിന്റെയും റബ്ബാണത്, അവൻ റബ്ബാണ്. ഫഅബ്ദുഹു. അവിടെ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ ഹൃദയം എന്ന അർത്ഥത്തിലല്ലേ ആണെന്നേ മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. ഹൃദയം മനുഷ്യന് ഒന്ന് തന്നെ ഉള്ളൂ. ഓക്കെ. ഫഅബ്ദുഹു. ഇതേപോലെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതല്ല കേട്ടോ. അപ്പൊ നമ്മളൊന്ന് മുന്നോട്ട് തന്നെ നോക്കിക്കുന്ന ആളുകൾക്ക് ഒന്ന് തലൊന്ന് ബാക്കോട്ടാക്കാനും അങ്ങോട്ടാക്കാനൊക്കെ പറ്റും. ഒന്ന് വെറുതെങ്കിലൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്നതല്ലതാണ്. അപ്പൊ ആകാശഭൂമികളും അതിനിടയിലുമുള്ള റബ്ബാണ്. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി. നിങ്ങൾ ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. വസ്തബിർ ലിഇബാദതി, അവൻ ആരാധിക്കുന്നതിന്റെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിച്ച് അതിങ്ങനെ തുടർന്ന് നിങ്ങൾ പോവുക. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്തവനെ നിങ്ങൾക്കറിയുമോ എന്നാണ്. അവന് പേരൊത്തവനെ നിങ്ങൾക്കറിയുമോ? അപ്പൊ ഖുർആന്റെ ഒരു അതിന്റെ പരിണിതമായ അതിന്റെ ഒരു എന്താ പറയാ വ്യാപകമായ അത് ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ചോദ്യചിഹ്നത്തിൽ നിഷേധം അവതരിപ്പിക്കുക എന്നുള്ളത്. ആ ജുംല എടുത്താൽ, ആ വരി എടുത്താൽ അത് ഇസ്തിഫാമായിരിക്കും, ചോദ്യമായിരിക്കും. പക്ഷെ അതുകൊണ്ട് അർത്ഥാക്കുന്നത് ചോദ്യമല്ല, മറിച്ച് എന്താണ്? നിഷേധമാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അനക്ക് അറിയാനിട്ടാണല്ലോ എന്ന് നമ്മൾ പറയല്ലോ. അനക്ക് അറിയാനിട്ടാണല്ലോ, അത് ചോദ്യമല്ല, മറിച്ച് എന്താണ്? എനിക്ക് അറിയാഞ്ഞിട്ടല്ല നീ അത് ചെയ്യാത്തത് എന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നതുപോലെ ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്തവനെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ ആ സാധ്യതയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, മറിച്ച് അവന് പേരൊത്തവൻ ഇല്ല എന്ന പ്രസ്താവനയാണ്. അത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് എന്താക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ആരാധ്യനോ എന്നാണ്. അത് ചോദ്യമല്ല, മറ്റൊരു ആരാധ്യൻ ഇല്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇസ്തിഫാമിയായി ഉള്ള ജുംലകളിൽ, ഇസ്തിഫാമായ ചോദ്യമുള്ള ജുംലകളിൽ സ്റ്റേറ്റ്മെന്റ് പറയുക, അതൊരു ഭാഷാ സൗന്ദര്യം കൂടെയാണ്, ഖുർആൻ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്തവനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ അവന് പേരൊത്തവൻ ഇല്ല എന്നർത്ഥം. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളും വന്നു. റുബൂബിയത്ത് വന്നു. എന്ത്? റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമാ.
ഇനി ഉലൂഹിയത്ത് വന്നു, ഫഅ്ബുദുഹു വസ്തബിർ ഇബാദത്തിഹി. അസ്മാഉ സിഫാത്ത് വന്നു, എന്താണ്? അവനെ പേരൊത്തവനെ നിങ്ങൾക്ക് അറിയുമോ എന്നത്. അപ്പൊ ഇത് റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും ഒന്നിച്ചു വരുന്ന ആയത്താണ്. ഇനി റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ സിഫാത്തും വേറിട്ട് ഇതിലൊക്കെ അള്ളാഹു ഏകനാണെന്ന് പറയുന്ന അസംഖ്യമായത്തുകളുണ്ട്. ഇത് മൂന്നും പറയുന്ന ഒരായത്ത് എടുത്തു കൊടുത്തു എന്ന് മാത്രം. മറ്റൊന്ന് ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഞാൻ വിശദീകരിക്കണില്ല, അർത്ഥം പറയണില്ല. ഈ ആയത്തും ഇവിടെ കൊടുത്തത് മൂന്നും ഉൾക്കൊള്ളുന്നു എന്ന അർത്ഥത്തിലാണ്. ഉലൂഹിയത്തുണ്ട്, ലാ ഇലാഹ ഉലൂഹിയത്തുണ്ട്, അസ്മാഉ സിഫാത്തുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ റുബൂബിയത്തിനെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലാണ് ആയത്തുൽ കുർസിയും എന്താക്കിയുള്ള കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ആയത്തും ആ അർത്ഥമൊക്കെ നമുക്ക് പരിചിതമാണ് എന്നുകൊണ്ട് നമ്മളത് കൂടുതൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇനി ഈ ഗ്രന്ഥത്തിൽ ഇനി തുടർന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ പല സിഫത്തുകളെ ഇസ്ബാത്ത് ചെയ്യാൻ വേണ്ടി പറയുന്ന ആയത്തുകളാണ്. നമ്മൾ ആ ആയത്തുകളൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിന് അടിസ്ഥാനം പറയുന്ന അടുത്ത അധ്യായം പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാകുക. അഥവാ പേജ് നമ്പർ 18. അപ്പൊ നമ്മൾ റുബൂബിയത്തിനെ കുറിച്ച് പറഞ്ഞു, ഉലൂഹിയത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ഉലൂഹിയത്തിലും റുബൂബിയത്തിലും ഒന്നും മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ അർത്ഥത്തിലില്ല എന്ന് പറയാം, ചെറുതൊക്കെ ഉണ്ടെങ്കിലും. ഇപ്പം അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അത് കൊടുക്കുന്നുണ്ടോ എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം. നമ്മൾ പറഞ്ഞല്ലോ, ഈ ഗ്രന്ഥം രചിച്ചത് എന്തിനാണ്? ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിലെ തന്നെ വ്യതിയാന കക്ഷികളിൽ നിന്ന് അഹ്ലുസുന്ന തമയൂസ് ആകുന്നത്, നമ്മുടെ അഖീദ കൊണ്ട് തമയൂസ് ആകുന്നത് എങ്ങനെയാണ് എന്ന് പറയാനാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് കൂടുതലൂടെ വിശദീകരിക്കുക. നമുക്കറിയാം, അസ്മാഉ സിഫാത്തിന്റെ ബാബിലാണ്, ആ ഭാഗത്താണ് ശക്തമായ അഭിപ്രായ വ്യത്യാസം വ്യതിയാന കക്ഷികളും അഹ്ലുസുന്നയും തമ്മിലുള്ളത്. അതുകൊണ്ട് തുടർന്ന് വരുന്ന എല്ലാ ഭാഗങ്ങളും ആയത്തും തിരിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥിരപ്പെടുത്തുന്നത് ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം ഇതാണ്, അഹ്ലുസുന്നയുടെ വിശ്വാസം ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ എല്ലാം ഒരു കാഴ്ചപ്പാടാണ് അടുത്തൊരു അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് നമ്മൾ പോയാൽ മറ്റു കാര്യങ്ങളിലൊക്കെ ആയത്തും അതിന്റെ അർത്ഥം മാത്രം നമുക്ക് പറഞ്ഞു പോകുന്നതിലൂടെ എന്താക്കാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ പരിശ്രമിക്കുന്നത്. ഏതായാലും 18-ാമത്തെ പേജ് എടുത്താൽ ഫസ്ൽ, അടുത്തൊരു അധ്യായം അദ്ദേഹം വിശദീകരിക്കാണ്. وكل ما ذكرناه من صفات الله تعالى تفصيلا أو إجمالا إثباتا أو نفيا فإننا في ذلك على كتاب ربنا وسنة نبينا معتمدون وعلى ما صار عليه سلف الأمة وأئمة الهدى من بعدهم سائرون. وكل ما ذكرناه ഇനി മുകളിൽ നാം പറഞ്ഞിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും മിൻ സിഫാത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും തഫ്സീലൻ ഔ ഇജ്മാലൻ. ഇപ്പൊ ചില കാര്യങ്ങൾ ആയത്ത് കൊടുത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഒന്ന്. പിന്നെ അല്ല, വിശദമായി പറയാതെ മൊത്തത്തിൽ ആ ആയത്തും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രം പറഞ്ഞു പോയതുകൊണ്ട് അതാണ് തഫ്സീലൻ ഇജ്മാലൻ എന്ന് പറഞ്ഞുള്ള പ്രയോഗം. ഫസ്ലായി വിശദീകരിച്ച് പറയുമ്പോൾ തഫ്സീൽ എന്ന് പറയും, ഇജ്മാൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞത് എന്നാണ്. അപ്പൊ മൊത്തം വിശദീകരിച്ച് പറഞ്ഞതും നമ്മൾ കുറുക്കി പറഞ്ഞതുമെല്ലാം ഇസ്ബാത്തൻ ഔ നഫിയൻ. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ രണ്ട് രൂപത്തിലുള്ള നിലപാട് നമുക്കുണ്ടാകും. ചിലത് ഇസ്ബാത്താണ്, അങ്ങനെ ഒരു സിഫത്ത് റബ്ബിന് ഉണ്ട് എന്ന് പറയാനാണ്. മറ്റേതോ നഫിയാണ്, അങ്ങനെ ഒരു സിഫത്ത് റബ്ബിന് ഇല്ല എന്ന് പറയാനാണ്. ഏതുപോലെ ഇപ്പം ഹയാത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യു അൽ ഖയ്യൂം. അൽ ഹയ്യ് എന്ന് പറയുന്നതിൽ അള്ളാഹുവിന്റെ സിഫത്താണ് ഹയാത്ത്, അവൻ ഹയാത്തുള്ളവനാണ് എന്നത്. അത് ഇസ്ബാത്താണ്, ഉണ്ട് എന്ന് അള്ളാഹുവിനൊരു സിഫത്ത് ഉണ്ട് എന്ന് നമ്മൾ പറയാം. ഇനി നഫിയുണ്ട്, അള്ളാഹുവിന് ചില സിഫത്തുകൾ ഇല്ല എന്ന് ആയത്തുൽ കുർസിയിൽ തന്നെ പറയുന്നുണ്ട്. ലാ സിനത്തുൻ, അവൻ എന്താക്കുകയില്ല, ഉറങ്ങുന്നില്ല, തൂക്കിയുറക്കവും
അവനെ ബാധിക്കുന്നില്ല. അപ്പൊ ബാധിക്കുന്നില്ല ഇല്ല എന്ന് പറയാം. അള്ളാഹുവിന് ഉറക്കവും മയക്കവുമാകുന്ന സിഫത്ത് ഇല്ല എന്ന് പറയാം. അപ്പൊ രണ്ടർത്ഥത്തിലുണ്ട് സിഫത്തുകൾ. ഒന്ന് നമ്മൾ ഇസ്ബാത്ത് ചെയ്യാണ്, നമ്മൾ റബ്ബിനുണ്ട് എന്ന് പറയുന്ന സിഫത്തുകളുണ്ട്. ഇനി റബ്ബിനില്ല, അങ്ങനെ ഒരു സിഫത്ത് റബ്ബിനില്ല എന്ന് നഫി ചെയ്യുന്ന സിഫത്തുകളുണ്ട്. ഇനി ഏതായാലും നമ്മൾ മുകളിൽ വിശദീകരിച്ചിട്ടുള്ളതായ മുകളിൽ വിശദീകരിച്ച് നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ അത് ഇസ്ബാത്തായാലും നഫി ആയാലും, റബ്ബിനുണ്ട് എന്ന് പറയുന്നതായാലും റബ്ബിനില്ല എന്ന് പറയുന്നതിനായാലും ഫഇന്നനാ ഫീ ദാലിക്, ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? അലാ കിതാബി റബ്ബിന, നമ്മുടെ റബ്ബിന്റെ ഗ്രന്ഥത്തിനനുസരിച്ചാണ്, അഥവാ ഖുർആൻ അനുസരിച്ചാണ് നമ്മുടെ നിലപാട്. വസുന്നത്തി നബിയിന, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചാണ്. മുഅ്തമിദൂൻ, നമ്മൾ അവലംബിക്കുന്നത് എന്താണ്? അതാണ് ഒന്നാമത്തെ കാര്യം. ഈ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളിൽ അടിസ്ഥാനപരമായി അത് നമ്മൾ മടക്കുക. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. ഒരിക്കലും എന്താകാൻ പാടില്ല? നമ്മുടെ അഖിലാകാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാപ്യമാകുന്നവനല്ല. അള്ളാഹു നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാപ്യമാകുന്നവനല്ല. അതുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെന്ന് ചടിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഗൈബിയായ വിവരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്താണ്? ഗൈബിയായ വിവരങ്ങളാണ്. ഗൈബിയായ വിവരങ്ങളിൽ നമ്മുടെ നിലപാട് എന്താണ്? അത് ഖുർആനും സുന്നത്തും എന്തു പറഞ്ഞു എന്നത് മാത്രമാണ്. അപ്പൊ അടിസ്ഥാനം ഖുർആനും സുന്നത്തും. ഇപ്പോ ചിലതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതായിരിക്കാം. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ ഇസ്മുകളുടെ വിഷയത്തിൽ ഇസ്ബാത്തായാലും നഫി ആയാലും റബ്ബിന് ഇങ്ങനെ ഒരു പേരുണ്ട് എന്ന് പറയണമെങ്കിലും ഇല്ല എന്ന് പറയണമെങ്കിലും എന്തു വേണം? ഖുർആനോ ഹദീസോ പറയണം. അതല്ല നമ്മൾ പറയാ അള്ളാഹുവിന്റെ സ്വഭാവം അനുസരിച്ച് അവൻ ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് ഖുർആൻ പ്രസ്താവിച്ചിട്ടുള്ള കാര്യം. അപ്പൊ മുഖം ഉണ്ടല്ലോ, ആ അർത്ഥത്തിൽ അള്ളാഹു ദുൽവജ്ഹാണ്, മുഖമുള്ളവനാണ് എന്നൊരു ഇസ്മി നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. അതെന്താ കാരണം? അത് ഗൈബിയായ വിവരാണ്. അങ്ങനെ ഒരു ഇസ്മ ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പൊ അർത്ഥം കൊണ്ട് യോജിക്കണില്ല, ഉണ്ട്. അർത്ഥം കൊണ്ട് യോജിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്താ പറയാൻ പറ്റാത്തത്? അങ്ങനെ ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇനി ചില കാര്യം നമ്മൾ നിഷേധിക്കാണ്. ഉദാഹരണത്തിന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ലോജിക്കലി അതില്ല എന്നാണ്, സൃഷ്ടാവായ അള്ളാഹുവിന് അത് ഉണ്ടാകില്ല എന്നാണെങ്കിലും അതില്ല എന്ന് പറയുന്ന ഒരു ഇസ്മ നമ്മൾ വെച്ചുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഇസ്മ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. ഇസ്മുകളുടെയും സിഫത്തുകളുടെയും വിഷയത്തിൽ നമ്മുടെ അടിസ്ഥാനം എന്താണ്? അത് ഇസ്ബാത്ത് ആണെങ്കിലും നഫി ആണെങ്കിലും അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. വഅലാ മാ സാറ അലൈഹി സലഫുൽ ഉമ്മ, ഈ ഖുർആനും ഹദീസും അനുസരിച്ച് എങ്ങനെയാണോ സാറ അലൈഹി സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ സലഫുകൾ എങ്ങനെയാണോ മുന്നോട്ട് പോയത് അങ്ങനെയാണ്. സലഫ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം മുൻകഴിഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇസ്തിലാഹിയായി നമ്മൾ സലഫ് എന്ന് മാത്രം പറയുമ്പോൾ അതിനർത്ഥം അത് ഉത്തമ നൂറ്റാണ്ടിലെ മൂന്നാളുകളാണ്, മൂന്ന് നൂറ്റാണ്ടിലെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം, സ്വഹാബികൾ, അവരെ കണ്ടവർ, താബിഈകൾ, അതിനോട് അനുഗമിച്ചു വരുന്ന തബഉ താബിഈകൾ. ഇങ്ങനെ ഈ മൂന്ന് സമൂഹമാണ് സലഫ് എന്ന് നിരുപാധികമായി പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം. പക്ഷെ ഭാഷാപരമായി സലഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ എല്ലാവരെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഇവിടെ വീണ്ടും പറയാണ് വഅഇമ്മത്തുൽ ഹുദാ, ഇനി ആ സലഫുകൾക്ക് മിൻ ബഅദിഹിം സായിറൂൻ, ആ സലഫ് ഉത്തമ നൂറ്റാണ്ടിലെ മൂന്ന് നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് ശേഷം കടന്നുപോയിട്ടുള്ള സന്മാർഗത്തിന്റെ അയിമത്തുകൾ, ഇമാമുമാർ, ഈ ഉമ്മത്തിലെ ഇമാമുമാർ, വ്യത്യസ്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഇമാമുമാർ, അവരൊക്കെ ഏത് നിലപാടാണോ സ്വീകരിച്ചത് അതാണ് നമ്മുടെ നിലപാട്. അപ്പൊ ഖുർആൻ അസ്മാഉ സിഫാത്തിന്റെ ബാബിൽ അത് ഗൈബിയായ വിഷയമായതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും എന്ത് പറഞ്ഞു, അത് ഖുർആനും ഹദീസും വെച്ച് സലഫുകൾ എങ്ങനെ അത് പഠിപ്പിച്ചു, അതിന് തുടർന്നു വന്നിട്ടുള്ള ഈ ഉമ്മത്തിലെ ഇമാമുമാർ എങ്ങനെ ആ വിഷയം കൈകാര്യം ചെയ്തു, അതാണ് നമ്മുടെ നിലപാട്. ഇനി അതെന്താണ് എന്നതാണ് അടുത്തത് പറയുന്നത്. വനറ വുജൂബ ഇജ്റാഇ നുസൂസിൽ കിതാബി വസ്സുന്നതി ഫീ ദാലിക അലാ ളാഹിരിഹ വഹംലിഹ അലാ ഹഖീഖതിഹ അല്ലായിഖ ബില്ലാഹി അസ്സ വജൽ. വനറ, നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വുജൂബ ഇജ്റാഇ നുസൂസിൽ കിതാബി വസ്സുന്ന ഫീ ദാലിക, ഈ വിഷയത്തിൽ ഖുർആനും സുന്നത്തും വന്നിട്ടുള്ള പ്രമാണങ്ങളെ നടപ്പാക്കണം, അതിനെ മനസ്സിലാക്കണം. എങ്ങനെ? ളാഹിരിഹ, ഇതൊരു ടെക്നിക്കൽ പ്രയോഗമാണ്. ഇപ്പൊ ഖുർആനും ഹദീസും അള്ളാഹുവിന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ആ പദത്തിന്റെ ളാഹിർ എന്താണ് എന്നാണ് നമ്മൾ നോക്കുക, വിശദീകരിക്കാം. വഹംലിഹ അലാ ഹഖീഖതിഹ അല്ലായിക ബില്ലാഹി അസ്സ വജൽ, ആ വാക്കുകളെ നമ്മൾ വെച്ചു കൊടുക്കും. എങ്ങനെ?
അള്ളാഹുവിന്റെ ഹഖീഖത്തിനോട്, അവന്റെ യാഥാർത്ഥ്യത്തിനോട്, അവന്റെ ദാത്തിനോട് യോജിക്കുന്നതായ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയുള്ളൂ. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ പദത്തിന്റെ ലാഹിർ എന്താണ് എന്നാണ് നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പദം, അത് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അർത്ഥം പറയപ്പെടുന്ന പദങ്ങൾ ഉണ്ടാകാം. ഇപ്പോ പിന്നെ കൈ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണെന്ന് പറഞ്ഞാൽ, മുഖമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടാകാം. കൈ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ആ വാചകം എന്താണോ അർത്ഥമാക്കുന്നത് അങ്ങനെ തന്നെ ആയിക്കൊള്ളുമെന്നില്ല. വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന് ലാഹിറായ ഒരു അർത്ഥമുണ്ട്, പ്രകടമായ ഒരു അർത്ഥമുണ്ട്. അതെന്താ? സാധാരണ നമ്മൾ പറയും അൽ മുതബാദിറു ഇല ദിഹ്ൻ. ആ പദം കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു അർത്ഥം എന്താണ്? അതാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്ഡ് മീനിങ്. ഒന്ന്, ആ മാനദണ്ഡം നമ്മൾ എടുക്കും. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന രൂപത്തിലും കൂടെ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുഖമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹിനെ കുറിച്ച് ഖുർആൻ എന്താക്കുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിൽ കാണാം യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ആരെങ്കിലും ഒരു കാര്യം ചെയ്തു, എന്താണ് അവന്റെ ഉദ്ദേശം? യബ്തഗി, അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വജ്ഹ് എന്ന പ്രയോഗം, അതിന്റെ മുത്തബാദിറുൽ ദിഹ്ൻ എന്താണ്? മുത്തബാദിറുൽ ദിഹ്ൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പ്രയോഗം, അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ലാഹിർ എന്നതുകൊണ്ട് ഇവിടെ ഷെയ്ഖ് ഉദ്ദേശിച്ചത്. അല്ല ലാഹിരിഹ. ഇപ്പൊ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള പ്രയോഗങ്ങൾ അതിന്റെ ലാഹിറിലാണ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ മുത്തബാദിറുൽ ദിഹ്നാണ്. ഇപ്പൊ ഖുർആനും ഹദീസും പറഞ്ഞൊരു വാക്ക്, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ് എന്ന് ഹദീസ് സ്വഹാബികളോട് പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്വഹാബികൾ ആരും എന്താക്കിയിട്ടില്ല, പ്രവാചകരെ ആ വജ്ഹ് എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണോ അർത്ഥം എന്ന് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആയിരിക്കുമോ എന്ന് എന്താക്കിയിട്ടില്ല, സംശയം പോലും പ്രകടിപ്പിച്ചിട്ടില്ല. നമുക്കറിയാം ഹദീസിലെ ചില പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കാത്തത് കൊണ്ട് സ്വഹാബികൾ അപ്പൊ തന്നെ ചോദിച്ചത് എത്രയോ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? സബക്കൽ മുഫർരിദൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ വാക്കവർക്ക് പരിചയമില്ലാഞ്ഞിട്ടല്ല, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നവർക്ക് മനസ്സിലായില്ല. അപ്പൊ ചോദിച്ചു, ആരാണ് മുഫർരിദുകൾ? അപ്പൊ പറഞ്ഞു, ദിക്റുകളുടെ വിഷയത്തിൽ മുന്നിട്ട് പോകുന്നവരെ കുറിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ അസലഹു, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അസലഹു, അസൽ എന്ന് പറഞ്ഞാൽ തേനാണ്, അല്ലെ? അല്ലെങ്കിൽ വേറെ ചില റിപ്പോർട്ടുകളിലുള്ളത് ഇസ്തഅമലഹു. ഇസ്തഅമലഹു, ഇസ്തഅമല എന്ന് പറഞ്ഞ വാക്കർത്ഥം അറബികളായ സ്വഹാബികൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ അത് എന്താണ് അർത്ഥം എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് സ്വഹാബികൾ അപ്പൊ തന്നെ ചോദിച്ചു, വമ യസ്തഅമിലു, എന്താണ് പ്രവാചകരെ ഇസ്തിമാൽ എന്ന് പറഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റിൽ അർത്ഥം? അല്ലെങ്കിൽ വമ അസലഹു, പ്രവാചകരെ അസലഹു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം എന്ന് അപ്പൊ തന്നെ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. അസലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ യുവഫിഖു ലഹു അമലൻ സ്വാലിഹൻ ബൈന യദൈ അജലിഹി, മരണത്തിന് മുമ്പ് ഒരു പിന്നെ സൽക്കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അജലെത്തുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മത്തിനൊരു തൗഫീഖ് റബ്ബ് കൊടുക്കും, അതാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്ന് വിശദീകരിച്ചു കൊടുത്തു. ഇപ്പൊ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യത്തിൽ അവ്യക്തത തോന്നിയാൽ ചാടിക്കറി ചോദിക്കുന്ന, അത് ക്ലിയർ ആക്കുന്നവരാണ് ആര്? സ്വഹാബികൾ. ആ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു, എന്ത് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആരെങ്കിലും അത് ചെയ്യുന്നത് എങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവരാരും എന്താണ് ആ വജ്ഹ് കൊണ്ട് അർത്ഥം എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മുത്തബാദിറുൽ ദിഹ്ൻ, വജ്ഹ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥമായി എല്ലാവരും മനസ്സിലാക്കുന്നത് തന്നെയാണ് ആരും മനസ്സിലാക്കിയിട്ടുണ്ടാകുക, സ്വഹാബികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഖുർആനും സുന്നത്തിലും അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് എന്താണോ ലാഹിറായ കലിമത്തിന്റെ അർത്ഥം അതാണ് നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ ഇനി അതിന് മനസ്സിലാക്കുന്നിടത്ത് ഒരു രീതി കൂടി ഉണ്ട്. അതെന്താണ്? അല ഹഖീഖത്തിഹ അല്ലാഇഖത്തി ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കണം. ഇപ്പം കൊമ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ കൊമ്പ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല ഇമേജും ചിലപ്പോൾ വരും, എന്തിലൊക്കെ കൊമ്പ് വരും. എന്നാൽ ആനയുടെ കൊമ്പ് എന്ന് പറയുമ്പോഴോ അത് സ്പെസിഫിക് ആയ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലേക്ക് വരും. ഇനി ഞാൻ പറയാണ്, പിന്നെ ഉറുമ്പിന്റെ കൊമ്പ് എന്ന് പറഞ്ഞാലോ അത് വേറെ തന്നെ ഒരു ഇമേജാണ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആനയുടെ കൊമ്പും
പിന്നെ ഇതിന്റെ കൊമ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എന്നതുപോലെ ഞാൻ പറയാം, വാല് എന്ന് പറയാം. പല സംഗതി നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകാം, എന്തൊക്കെയോ മറിഞ്ഞു വരുന്നുണ്ടാകാം. ഞാൻ കുതിരയുടെ വാല് എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു ചിത്രമല്ല പിന്നെ ഞാൻ എലിയുടെ വാല് എന്ന് പറഞ്ഞാൽ വരുന്നത്. രണ്ടും വ്യത്യസ്തമായ ഒബ്ജക്റ്റുകളാണ്. അപ്പം ഓരോ പദവും അത് ആരിലേക്കാണോ ചേർത്ത് വെക്കുന്നത് അതിനോട് യോജിക്കുന്ന രൂപത്തിലാണ് അതിന്റെ രൂപം വർണ്ണമൊക്കെ ഉണ്ടാകുക. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സിഫത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ആ സിഫത്തിന്റെ അർത്ഥം അതിന്റെ രൂപമൊക്കെ എങ്ങനെയായിരിക്കും? അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. അത് ഇപ്പൊ എലിയെ കണ്ട ആളുകൾക്ക് എലിയുടെ വാലെന്ന് പറയുമ്പോൾ മനസ്സിലാകുള്ളൂ. നമ്മൾ ആരും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ദാത്ത് അസ്തിത്വം എന്താണ് എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ അസ്തിത്വത്തോട് യോജിക്കുന്ന വജ്ഹ് എന്തായിരിക്കും, എന്തായിരിക്കും, രിജിൽ എന്തായിരിക്കും എന്ന് നമുക്ക് അവ്യക്തമാണ്, അറിയില്ല. പക്ഷെ അത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കും. കാരണം എന്താ? ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട്. അപ്പൊ അതാണ് ഈ സംഭവത്തിലൂടെ, ഈ വാചകത്തിലൂടെ പറയുന്നത് അലാ ഹഖീഖത്തിഹ അല്ലാഇഖത്തി ബില്ലാഹി അസ്സ വജൽ. അള്ളാഹുവിന് യോജിക്കുന്ന, അവന് ചേരുന്നതായ ഹഖീഖത്തിലേക്കാണ് നമ്മൾ ആ അർത്ഥത്തെ എന്താക്കുക, വെച്ചു കൊടുക്കുക. ഓക്കെ. ഇനി വനതബറഉ മിൻ ത്വരീഖിൽ മുഹർരിഫീന ലഹ അല്ലദീന സ്വറഫൂഹാ ഇലാ ഗൈരി മാ അറാദല്ലാഹു ബിഹാ വറസൂലുഹു. ഇനി അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുമ്പോൾ ആ സിഫത്തുകളെ അള്ളാഹും പ്രവാചകനും പറയാത്ത അർത്ഥത്തിലേക്ക് ആ സിഫത്തുകളുടെ അർത്ഥം മാറ്റി വെച്ചവരുണ്ട്. അവരുടെ വിഷയത്തിൽ നമ്മൾ വനതബറഉ, നമ്മൾ മാറി നിൽക്കും, നമ്മൾ വിട്ടു നിൽക്കും, അവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. ആരിൽ നിന്ന്? മിൻ ത്വരീഖിൽ മുഹർരിഫീൻ. ഹറഫ എന്ന് പറഞ്ഞാൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന അർത്ഥം. മുഹർരിഫീങ്ങൾ ഇതിനെ ചലിപ്പിച്ച് വേറൊരു വഴിക്കാക്കുക. എങ്ങനെ? അല്ലദീന സ്വറഫൂഹ ഇലാ ഗൈരി മാ അറാദല്ലാഹു ബിഹാ. ആ സിഫത്തുകളെ കുറിച്ച് കൊണ്ട് ആ സിഫത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ യദ് എന്നും വജ്ഹ് എന്നും ഒക്കെ പറയുമ്പോൾ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത്, അതല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് ആ അർത്ഥത്തെ മാറ്റി സർഫ് ചെയ്ത് കളയുന്ന, അതല്ലാത്ത അർത്ഥം കൊടുക്കുന്നവരിൽ നിന്ന് നെത്തബറ, ബറാഅത്താണ്. നമ്മൾ അവരിൽ നിന്ന് എന്താക്കും? മാറി നിൽക്കും. അഥവാ അങ്ങനെ ആളുകളുണ്ട്. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾക്ക് വജ്ഹ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരെന്താ അർത്ഥം വെക്കുക? അള്ളാഹുവിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നർത്ഥം വെക്കും. അത് പാടില്ലാത്തതാണ്. കാരണം എന്താ? വജ്ഹ് എന്ന് പറഞ്ഞാൽ പുണ്യമാണ്, അതുകൊണ്ട് അർത്ഥം എന്ന് ആര് പഠിപ്പിച്ചിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അല്ലെ? പക്ഷെ വജ്ഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വജ്ഹ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുക എന്നത് ആ അർത്ഥത്തിൽ തന്നെ പറയുമ്പോൾ ശരിക്കും കിട്ടുന്ന ഒരു മനോഹാരിതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗത്തിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളോട് ചോദിക്കും, തുരീദുന ശൈഅൻ അസീദുക്കും, ഇനി എന്താണ് ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരേണ്ടത്? അപ്പൊ അവർ ചോദിക്കും, അലം തുബയ്യിദു വുജൂഹന വതുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനന്നാർ. ഇനി എന്താണ് അള്ളാഹു റബ്ബേ നീ ഞങ്ങൾക്ക് നൽകാനുള്ളത്? ഭയാനകരമായ നരകത്തിന്റെ വക്ക് വരെ ഞങ്ങൾ എത്തി, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളെ മുഖം ഇതാ സന്തോഷം കൊണ്ട് പ്രശോഭിച്ച് നിൽക്കുകയാണ്, പ്രകാശിച്ച് നിൽക്കുകയാണ്. ഇനി ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താണ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകാനുള്ളത്? അപ്പൊ ഒക്കെ കിട്ടി എന്ന മാനസികാവസ്ഥയിൽ സ്വർഗവാസികൾ നിൽക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫകശഫൽ ഹിജാബ്, അള്ളാഹുവും സ്വർഗവാസികൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന മറയെ അള്ളാഹു നീക്കും. അപ്പോ സ്വർഗവാസികളായ ആളുകൾ റബ്ബിനെ കാണും. ആ സുന്ദര മുഹൂർത്തത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെല്ലാവരും നിങ്ങൾ റബ്ബിനെ കാണും. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ വലാ തളാമ്മൂന ഫീ റുയതി. നിങ്ങളെല്ലാവരും നിങ്ങൾ റബ്ബിനെ കാണും, മുഅ്മിനീങ്ങൾ കാണും. എങ്ങനെ? ഒരാൾക്കും ആ കാഴ്ചയിൽ നിന്ന് തടസ്സമില്ല, ഒരാൾക്കും ആ കാഴ്ചയിൽ നിന്ന് ഒരു മറ കൊണ്ട് അവർ തടയപ്പെടില്ല. എങ്ങനെ? ലൈലത്തുൽ കമാ തറൗന ഹാദൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ. ഇങ്ങനെ പൂർണിമ ചന്ദ്രൻ നിൽക്കുന്ന രാത്രിയിൽ, മറ്റു കാർമേഘത്തിന്റെ തടസ്സങ്ങൾ ഇല്ലാത്ത ദിവസത്തിൽ ഒരു രാത്രിയിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് മുകളിലേക്ക് നോക്കി വെട്ടി നിൽക്കുന്ന ചന്ദ്രനെ എത്ര ക്ലാരിറ്റിയോടുകൂടെ കാണുമോ അതേ ക്ലാരിറ്റിയിൽ ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ കാണുന്ന സമയത്ത് അവർ പറയും, ഒന്നും കിട്ടിയിട്ടില്ല. സ്വർഗത്തിൽ പ്രവേശിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് കാണുന്നത് വരെയുള്ള സമയം കിട്ടിയ അനുഭൂതികളൊന്നുമല്ല എന്നവർ തിരിച്ചറിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ വജ്ഹ് കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? വളരെ കൃത്യമായി എന്താക്കിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥം തന്നെ പറയുമ്പോൾ ശരിക്കും വളരെ മനോഹരമായ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. നിങ്ങളൊരു രൂപ കൊടുക്കുകയാണ്,
നിങ്ങളൊരു റക്കാത്ത് നിസ്കരിക്കാണ്, നിങ്ങളൊരു ഹർഫ് പാരായണം ചെയ്യാണ്, നിങ്ങളൊരു ദിക്ർ ചൊല്ലാണ്, നിങ്ങളൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കാണ്, നിങ്ങളൊരാൾക്ക് സഹായം ചെയ്തു കൊടുക്കാണ്. ആ ചെയ്യുന്നത് കൊണ്ട് യബ്തഗി ബിദാലിക വജ്ഹല്ല, എന്താ നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാ സ്വർഗവാസികളും ഒരുമിച്ച് കൂടി തലകൾ ഉയർത്തി മുകളിലേക്ക് റബ്ബിനെ കാണുന്ന സമയത്ത് എനിക്കും കാണണമെന്ന ആഗ്രഹമാണ് എങ്കിൽ എന്നാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനെ ചുരുക്കി കിട്ടി നമ്മൾ പുണ്യം എന്ന് മാത്രം പറഞ്ഞാൽ ശരിക്കും ആ സന്ദർഭത്തിൽ അതിന്റെ ഒരു ഗാംഭീര്യത്തെ തന്നെ നമ്മൾ നിർവീര്യമാക്കും. ഒന്ന്. രണ്ടാമത്തത് വജ്ഹ് എന്ന് പറഞ്ഞാൽ പുണ്യാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല, അവരങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല. അതാണ് നമ്മൾ ഇവിടെ എന്താക്കുന്നത്, പറയുന്നത്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ കുറേ സിഫത്തുകൾ അത് മുകളിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. ഇസ്തിവാ, അതിനെക്കുറിച്ച് ആ ഇസ്തിവാ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിറ്ററലി അതിനർത്ഥം ഇരിക്കുക എന്നാണ്, ഇരിക്കുക അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്യുന്നു എന്ന് ഖുർആൻ 2 തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാൻ ആയ റബ്ബ് അവൻ അർശിൽ ഇരിക്കുന്നവനാണ്, ഉപവിഷ്ടനാണ്, ഇരിക്കുന്നവനാണ്. അപ്പൊ ആ ഇരുത്തത്തെ കുറിച്ച് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആന ഇരിക്കുന്നത് പോലെയല്ല മുയലിരിക്കുക, മനുഷ്യനിരിക്കുന്നത് പോലെയല്ല മറ്റു മൃഗങ്ങൾ ഇരിക്കുക. ഓരോരുത്തരും അവരുടെ അസ്തിത്വത്തിന് യോജിക്കുന്ന രൂപത്തിലാണ് അത് ചെയ്യുക. അപ്പൊ റഹ്മാനായ റബ്ബ് അവന്റെ അസ്തിത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അവൻ അർശിലിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക, അർശ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ അർത്ഥം, അതിന്റെ ലാഹിറായ അർത്ഥം തന്നെയാണ് നമ്മൾ എടുക്കുക. അതിന് അധികാരം കൈയാളുന്നു എന്നല്ല അതിനർത്ഥം, മറിച്ച് അതിന്റെ അർത്ഥം അർശ് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ ആ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കൽ എങ്ങനെയാണ്, അള്ളാഹുവിനോട് യോജിക്കുന്ന ഒരു ഹക്കീക്കത്തിൽ അത് സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ ഉണ്മയെ, ദാത്തിനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അത് സങ്കല്പിക്കാൻ നമുക്കാർക്കും കഴിയില്ല. പക്ഷേ ആ അർത്ഥത്തിൽ നിന്ന് അതിനെ തസ്രീഫ് നടത്തി, തഹരീഫ് നടത്തി മറ്റൊരർത്ഥമായി പറയുന്ന ആരുടെ ശൈലിയല്ല, ആരുടെ വിശ്വാസമല്ല, അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട്, വമിൻ ത്വരീഖിൽ മുഅ്തല്ലീൻ, തഅ്തീൽ നടത്തുന്ന ആളുകളുണ്ട്. അവരുടെ വഴിയിലുമല്ല നമ്മളുള്ളത്. അവരുടെ പ്രത്യേകത എന്താണ്, അത്വലുഹ അൻ മദ്ലൂലിഹ, ആ അർത്ഥം എന്താണോ അറിയിക്കുന്നത് അതിൽ നിന്ന് ആ സിഫത്തിനെ തന്നെ അവരെന്താക്കി, നിഷേധിച്ചതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹൊന്നും റബ്ബിനില്ല. കാരണം വജ്ഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വജ്ഹ് ഉണ്ടല്ലോ, മുഖമുണ്ടല്ലോ. അപ്പൊ റബ്ബിന് മുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 2 കൈകളുണ്ട്, രണ്ടും എന്താണ്, വലത് കൈകളാണ്, ഹദീസിലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ 2 വലത് കൈയുള്ള ഒരു മനുഷ്യന്റെ രൂപം ആലോചിച്ച് റബ്ബ് അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെ ഗുരുതരമായ പാപ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പാടില്ല. കാരണം മനുഷ്യരുടെ വലതുഭാഗത്ത് 2 കൈകളുള്ള ചിത്രത്തെയും അള്ളാഹുവിന്റെ ദാത്തിനെ അനുസരിച്ച് അവൻ പറഞ്ഞൊരു വിശേഷണത്തെയും എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കാത്ത കഴിയാത്ത ആളുകൾ അവരെന്ത് പറഞ്ഞു, അള്ളാഹുവിന് അങ്ങനെ സിഫത്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന് എങ്ങനത്തെ സിഫത്തുകളെല്ലാം അവരെന്താക്കി, അവർ നിഷേധിച്ചു. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അശ്അരികളായ ആളുകൾ അവർ പറഞ്ഞു 7 സിഫത്തുകൾ അംഗീകരിക്കും, അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് അനിവാര്യമായ 7 സിഫത്തുകൾ അംഗീകരിക്കും, മറ്റെല്ലാ സിഫത്തുകളും നിഷേധിക്കും. എന്നാൽ അഹ്ലുസുന്നയുടെ അഖീദ എന്താണ്, ആ മുഅ്തല്ലീങ്ങളായ ആളുകളിൽ നിന്ന് നമ്മൾ എന്താക്കും, മാറി നിൽക്കും. അവർ നമ്മൾ തമ്മിൽ ആദർശപരമായി യോജിപ്പില്ല. കാരണം അവർ തഅ്തീൽ നടത്തുന്ന പോലെ തഅ്തീൽ നടത്താൻ നമുക്ക് കഴിയില്ല. അള്ളാഹു ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ട്. അത് ഇസ്ബാത്ത് ചെയ്യലാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇനിയൊരു വിഭാഗം ആളുകൾ വമിൻ ത്വരീഖിൽ ഗാലീന ഫീഹ, അതിര് കടന്നവരുണ്ട് ഈ വിഷയത്തിൽ. അല്ലദീന ഹമലുഹ അല തംസീൽ ഔ തകല്ലഫു അൽ മദ്ലൂലഹ അത്തകീഫ്. 2 രൂപത്തിലുള്ള അതിര് കടന്ന കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യുന്നവരുണ്ട്. ഒന്ന് തംസീലാണ്, ഉദാഹരിക്കുക, അള്ളാഹുവിന്റെ സിഫത്തുകളുടെ തംസീൽ നടത്തുക. തംസീൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങൾ പറയാം. ഏതുപോലെ, അള്ളാഹുവിന്റെ വജ്ഹ് ഇതുപോലെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യദ് ഇതുപോലെയാണ്, അള്ളാഹുവിന്റെ ഇസ്തിവാ ഇതുപോലെയാണ് എന്ന് നമുക്ക് പരിചയമുള്ള സൃഷ്ടികളുടെ വിശേഷണങ്ങളിലേക്ക് തുലനം ചെയ്ത് പറയുക. അല്ലെങ്കിൽ തകീഫ് നടത്തുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ്സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ ഇലസ്സമാഇ ദുനിയ ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ. യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട്. എങ്ങോട്ട്? ഇലസ്സമാഇ ദുനിയ, ദുനിയാവിന്റെ ആകാശത്തേക്ക്. അഥവാ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശത്തേക്ക് റബ്ബ് ഇറങ്ങി വരുന്നപ്പോ കുല്ല ലൈലത്തിൽ, എല്ലാ രാത്രിയിലും, ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ, ഓരോ രാത്രിയുടെയും 1/3 അവശേഷിക്കുമ്പോൾ
അവൻ ഇറങ്ങി വരുന്നുണ്ട്. ഹദീസിന്റെ തുടർഭാഗം നമുക്കറിയാം ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതെന്നൊക്കെ പറയുന്ന ഭാഗം. അപ്പൊ ഹദീസ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ രാത്രിയിലും നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ആ ഇറങ്ങി വരുന്ന ഒരു രൂപം കാണാൻ തക്കീഫ് നടത്തുക, തംസീൽ നടത്തുക. ഏതുപോലെ നമ്മൾ പിന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ട്, നാളെ ഉണ്ട്, മറ്റന്നാളുണ്ട്, 24 മണിക്കൂറുണ്ട് അല്ലെ? ഒരു ലോകക്രമത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകക്രമങ്ങളെ സംവിധാനിച്ചവനാണ്, ഇതിന് അതീതനല്ല, ഇതിന് അധീനമാണ്. അപ്പൊ നമ്മളെ ലോകക്രമത്തിന്റെ അകത്തേക്ക് അള്ളാഹിനെ കൊണ്ടുവന്നിട്ട് ചില ബുദ്ധിശൂന്യരായ ആളുകൾ ചോദിക്കും, അപ്പോ അമേരിക്കയിൽ രാത്രിയുടെ 1:1 ഇവിടെ പകലാണല്ലോ, അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് 1-ാം ആകാശത്തുനിന്നും മുകളിലേക്ക് പോകാൻ ടൈമില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും ഇപ്പോ രാത്രിയുടെ 3:1 അവശേഷിക്കുമ്പോൾ. ഇപ്പൊ ഈ രാത്രിയുടെ 3:1 അവശേഷിക്കുക എന്ന് പറയുന്ന അവസ്ഥ ലോകത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. കാരണം 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങി വരുന്നതനുസരിച്ച് നമുക്കറിയാലോ, പിന്നെ രാത്രിയും പകലും തമ്മിൽ വ്യത്യാസമുള്ള രാജ്യങ്ങളുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അവരിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? തംസീൽ നടത്താണ്. അള്ളാഹുവിന്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരായ ആളുകൾ 24 മണിക്കൂറിനടുക്ക് ഇറങ്ങി വരുന്ന മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് വഴിയോ എസ്കലേറ്റർ വഴിയോ ഒക്കെ ഇറങ്ങി വരുന്നത് പോലെയാണ് എന്നവർ വിചാരിക്കുകയാണ്, തംസീൽ നടത്തുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ സിഫത്തിന് ഒരു രൂപം കൽപ്പിക്കുകയാണ്, തകീഫ്. അതുകൊണ്ടാണ് അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മൾ ഇരിക്കണമെങ്കിൽ നമുക്ക് സീറ്റ് വേണം, ഊര മടക്കിയിട്ടേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ റബ്ബിന് ഊരുണ്ട് നിങ്ങൾ പറയാണോ എന്ന് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ അവർക്ക് സുപരിചിതമായ ഇരുത്തങ്ങളുമായി അവർ തംസീൽ നടത്തുകയാണ്, എന്നിട്ട് തക്കീഫ് നടത്തുകയാണ്. ഒരു രൂപം, നമ്മൾ ഇരിക്കുന്നത് പോലെ രൂപത്തിലാണ് റബ്ബും ഇരിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. എന്നാൽ നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മൾ അവരിൽ നിന്നൊക്കെ മാറി നിൽക്കും. നമുക്ക് ആ രൂപത്തിൽ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾക്ക് രൂപഭാവങ്ങൾ പറയാന്നുള്ളത് ശരിയല്ല. നമ്മൾ അഹ്ലു സുന്ന അങ്ങനെ രൂപഭാവങ്ങൾ പറയില്ല. കാരണം എന്താ? ആ രൂപഭാവങ്ങളെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെ? ഇമാം മാലിക് റഹിമഹുള്ളയുടെ വളരെ പ്രസിദ്ധമായ സംഭവം നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, ഇസ്തിവാന്റെ അർത്ഥം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ. അതിന്റെ അർത്ഥം പറയേണ്ട കാര്യമില്ല, ആ വാക്കുകൊണ്ട് ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് എല്ലാവർക്കും അറിയാം. ആ അർത്ഥം തന്നെയാണ് അള്ളാഹു ഇസ്തിവാ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പിന്നെ കുറ്റി ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആ മനുഷ്യനെ ആ സദസ്സിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പഠിപ്പിച്ചു, അൽ ഇസ്തിവാഉ മഅലൂമുൻ, എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ അർത്ഥം. വൽ കൈഫു മജ്ഹൂലുൻ, പക്ഷെ റഹ്മാനായ റബ്ബ് എങ്ങനെയാണ് ഇസ്തിവാ നടത്തുക എന്ന് നമുക്ക് അറിയില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഓരോ സൃഷ്ടിക്കും അതിന് അനുയോജ്യമായ രൂപത്തിലാണ് അതിന്റെ വിശേഷണങ്ങൾ ഉണ്ടാകുക, രൂപങ്ങൾ ഉണ്ടാകുക, ഭാവങ്ങൾ ഉണ്ടാവുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിന്, അവന്റെ അസ്തിത്വത്തിന് യോജിക്കുന്ന രൂപത്തിലാണ് അവന്റെ വിശേഷണങ്ങൾ ഉണ്ടാകുക. അവന്റെ അസ്തിത്വം എന്താണ്, അവന്റെ രൂപം എന്താ, ഭാവങ്ങളെ കുറിച്ച് അറിയാത്ത നമുക്ക് എന്താക്കാൻ കഴിയില്ല, അത് ഊഹിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. ഇനി ഒരു മനുഷ്യനെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളുടെ തക്കീഫ് അറിയുക എന്നത് നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും നിലക്ക് അനിവാര്യമാണോ? ഇപ്പൊ നമ്മൾ പറയാം, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന്റെ രൂപം അറിഞ്ഞേ മതിയാവോ എന്നൊരു അനിവാര്യ സാഹചര്യം ഉണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത. അതെങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലായാലേ സ്രഷ്ടാവായ അള്ളാഹുവിനുള്ള വിശ്വാസം പൂർണ്ണമാകും എന്ന അവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്യുന്നു എന്ന് ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ 2 ഭാഗത്തു നിന്ന് ഓതി കേൾപ്പിച്ചപ്പോഴും സ്വഹാബികളിൽ നിന്ന് ഒരാൾ പോലും എന്താക്കിയിട്ടില്ല, എങ്ങനെയായിരിക്കും ആ ഇസ്തിവാ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ നിലപാട് എന്താണ്? നമ്മുടെ നിലപാട് അവരൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ തംസീലിലേക്കോ തക്കീഫിലേക്കോ ആ അർത്ഥങ്ങളെ വകവെച്ചു കൊടുക്കുകയില്ല. അങ്ങനെ വകവെച്ചു കൊടുക്കുന്ന അതിര് കടന്ന ആളുകളിൽ നിന്ന് മുജസ്സിമീകളായ ആളുകളുണ്ട്, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ. ആ അവയവം നമ്മളൊക്കെ പോലെ തന്നെ കയ്യും കാലും ഒക്കെയാണ് എന്ന് പറയുന്നവർ സുബ്ഹാനല്ലാഹ് ഉണ്ട്. അവർ അതിര് കടന്നവരാണ്. ഈ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തുന്നിടത്ത് ഗാലിങ്ങളാണ്, അതിര് കടന്നവരാണ്. നമ്മൾ അവരിൽ നിന്നും എന്താക്കും? മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ആദർശവുമായി നമുക്ക് യോജിപ്പില്ല, നമ്മൾ ബറാഅത്താണ് എന്നർത്ഥം. ഇതാണ് നമ്മുടെ വിശ്വാസം. അതാണ് തൊട്ടു മുകളിൽ ഷെയ്ഖ് റഹിമഹുള്ള പറഞ്ഞ പോലെ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ള വിശ്വാസം. അതാണ് സലഫുൽ ഉമ്മയും അഇമ്മത്തുൽ ഹുദയും അവർക്ക് ശേഷം വന്നിട്ടുള്ളവരായ സച്ചരിതരായ ആളുകളും ഒക്കെ കടന്നുപോയ വിശ്വാസം എന്നത് അദ്ദേഹം പറയാണ്. എന്നിട്ട് വനഅലമു ഇൽമൽ യഖീൻ അന്ന മാ ജാഅ ഫീ കിതാബില്ലാഹി തആല ഔ സുന്നത്തി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ഹഖ്ഖുൻ ലാ യനാഖുദു ബഅ്ദുഹു ബഅ്ദ ലിഖൗലിഹി തആല അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ വലിഅന്ന التناقض في الأخبار
സയൽതസിമു തക്ദീബു ബഅ്ദുഹാ ബഅ്ദൻ വഹാദാ മുഹാലുൻ ഫീ ഖബരില്ലാഹി തആല വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഇവിടെ വനഅലമു, നമ്മൾ അറിയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഇൽമൽ യഖീൻ, ദൃഢമായ ഉറപ്പും വിശ്വാസവും അറിവും നമുക്കുണ്ട്. എന്ത്? അന്നമാ ജാ ഫീ കിതാബില്ലാഹി തആല ഔ സുന്നത്തി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൻ. ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് പരിപൂർണമായും ഹക്കാണ് എന്ന് നമുക്ക് എന്തുണ്ട്? ഉറച്ച വിശ്വാസമുണ്ട്. അതിലെന്തില്ല? സന്ദേഹമില്ല, സംശയങ്ങളില്ല. അതുപോലെ തന്നെ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് എന്നതുപോലെ തന്നെ ലാ യനാഖുദു ബഅ്ദുഹു ബഅ്ദാ, അവർ പരസ്പരം വൈരുദ്ധ്യങ്ങളോ പരസ്പരം നിഷേധിക്കാനുള്ള മാർഗങ്ങളോ ആവുകയുമില്ല. അപ്പൊ ഇതിവിടെ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞൊരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇല്ല. കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് എന്താക്കുന്നില്ലേ? ഉറ്റാലോചിച്ച് തദബ്ബുർ നടത്തുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ല, അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്നാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ എന്താകുമായിരുന്നു? ധാരാളം പൊരുത്തക്കേടുകൾ നിങ്ങൾ കണ്ടെത്തുമായിരുന്നു. അപ്പൊ ഇതിന്റെ വിപരീതാർത്ഥം എന്താണ്? അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ അതിലെന്തുണ്ടാവും? വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ വിപരീതാർത്ഥം എന്താണ്? ഇതിറങ്ങിയത് അള്ളാഹുവിൽ നിന്നായതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ എന്തുണ്ടാകൂല? പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകൂല, തനാക്കുൽ ഉണ്ടാകൂല എന്നതാണ് അതിന്റെ മറുവശം. വലി അന്ന തനാക്കുൽ ഫിൽ അഖ്ബാർ, അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിൽ തനാക്കുൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലെ, അതിലൊരു അവ്യക്തത ഉണ്ടാവുക. അവ്യക്തത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇതെന്താണ് എന്ന് വായിച്ചാൽ മനസ്സിലാകാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുക. അത് ഏത് വിഷയത്തിൽ? സ്രഷ്ടാവിനെ കുറിച്ച് പറയുന്ന വിഷയത്തിൽ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുക, അതുണ്ടാവുകയില്ല. കാരണം ഇങ്ങനെ തനാക്കുലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോ ഒന്ന് സ്വീകരിച്ചാൽ മറ്റൊന്ന് തള്ളണം എന്ന അവസ്ഥ ഉണ്ടാകും. അതാ, അപ്പോഴാണ് ഈ പറയുന്ന തംസീലും തക്കീഫും ഒക്കെ വെച്ചു കൊടുക്കുന്ന ഇത്തരം ആളുകളുടെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഖുർആൻ ഇന്ന ആയത്തെടുക്കുമ്പോൾ ഇന്നത് എടുക്കാൻ കഴിയില്ല. കാരണം ഈ സിഫത്തും തമ്മിൽ എന്താകണില്ല, യോജിക്കണില്ല എന്നൊക്കെ പറയേണ്ടി വരിക. അങ്ങനെ ഉണ്ടാകൂല. കാരണം വഹദ മുഹാലുൻ അല്ലെങ്കിൽ മഹാലുൻ രണ്ടും പറയും. വഹദ മഹാലുൻ, ഇത് അസംഭവ്യമാണ്. ഫീ ഖബരില്ലാഹി തആല വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹും റസൂലും അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ അധ്യാപനങ്ങളിൽ വഹിയായി അറിയിച്ച കാര്യത്തിൽ ഇതുണ്ടാവുക അസംഭവ്യമാണ്, ഉണ്ടാവൂല. പരസ്പര വൈരുദ്ധ്യം, അത് മനസ്സിലാകാത്ത കാര്യം, ഒന്നെടുത്താൽ മറ്റൊന്ന് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. അത് അസംഭവ്യമാണ്. അതുകൊണ്ട് തന്നെ വമനിദ്ദഅ, ആരെങ്കിലും വാദിച്ചാൽ അന്ന ഫീ കിതാബില്ലാഹി തആല ഔ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ബൈനഹുമാ തനാഖുലൻ ഫദാലിക ലിസൂഇ ഖസ്ദിഹി വസൈഗി ഖൽബിഹി ഫൽയതുബ് ഇലല്ലാഹി തആല വൽയൻജ അൻ ഗയ്യിഹി എന്ന. ആരെങ്കിലും ഇനി പറയാം, ഒന്ന് ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലോ, അതല്ലെങ്കിൽ ഇവ രണ്ടും തമ്മിലോ തനാഖുദുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ, പരസ്പര വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ഒന്നെടുത്താൽ മറ്റൊന്ന് സ്വീകരിക്കാൻ കഴിയാത്ത പ്രശ്നമോ ഒക്കെ ഖുർആനിലുണ്ട്. ഖുർആനിലെ തന്നെ ആയത്തുകൾ പരസ്പരമുണ്ട്, അല്ലെങ്കിൽ ഹദീസിലെ തന്നെ പ്രയോഗങ്ങൾ പരസ്പരമുണ്ട്, അല്ലെങ്കിൽ ഖുർആനും ഹദീസും പരസ്പരം വെക്കുമ്പോൾ ഇന്ന ആയത്തെടുത്താൽ ഇന്ന ഹദീസ് സ്വീകരിക്കാൻ കഴിയില്ല, ഇന്ന ഹദീസ് ഉണ്ടെങ്കിൽ ഇന്ന ആയത്ത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിലേക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഏതുപോലെ ഇപ്പൊ ഒരാൾ പറയാണ്, പിന്നെ ഖുർആനിലുണ്ട് ഹുർരിമ അലൈക്കുമുൽ മൈത്ത, ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, കടല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൊഹൂറുൽ മാഉഹു വൽ ഹില്ലു മൈത്തത്തുഹു, അതിലെ വെള്ളം നിങ്ങൾക്ക് തൊഹൂറാണ്, അതിലെ ശവം നിങ്ങൾക്ക് ഹലാലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണല്ലോ, പ്രത്യക്ഷാർത്ഥത്തിൽ വൈരുദ്ധ്യമാണ്. കാരണം ഒന്നാമത്തെ ആയത്ത് എന്ത് പറഞ്ഞു? ശവമെല്ലാം നിഷിദ്ധമാണെന്ന് പറഞ്ഞു. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇതിലെ ശവം നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് പറഞ്ഞു. അപ്പൊ പ്രത്യക്ഷാർത്ഥത്തിൽ അത് വൈരുദ്ധ്യമാണ്. പക്ഷെ അത് വൈരുദ്ധ്യമാണോ? അല്ല, ഒന്നിന്റെ വിശദീകരണമാണ്. അഥവാ ഇതല്ലാത്ത എല്ലാം നിങ്ങൾക്ക് എന്താണ്, ആദ്യം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ എന്താക്കാണ്, എക്സ്ക്ലൂഡ് ചെയ്യാൻ, അതിൽ പെടൂല, നിങ്ങൾക്ക് ഇത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്ന വിശദീകരണമാണത്. ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ട്, അതാണ് ശൈഖ് പറഞ്ഞത്. ഇനി ആരെങ്കിലും അങ്ങനെ വാദിക്കുകയാണെങ്കിൽ ഒന്നാമത് ഈ സൂയി കസ്തി, ഓൻ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. ഒന്ന് ഓറിയന്റലിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റ് മനോഭാവത്തോടുകൂടെ ഇസ്ലാമിന് എന്താ പറയാ വിമർശനാത്മകമായി മാത്രം വായിച്ച് പ്രചരിപ്പിക്കാൻ മെനക്കെടുന്നവനായിരിക്കും.
അല്ലെങ്കിൽ എന്തോ സാമ്പത്തിക ലാഭം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നവരായിരിക്കും. ഒന്നെങ്കിൽ അവന് സൂഖസ്ത് ഉണ്ടാവും, ഓരോരോ ഒരു മോശ ഉദ്ദേശം ആ വിഷയത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ബാധിച്ച രോഗം കൊണ്ടായിരിക്കും, സൈഗ കൊണ്ടായിരിക്കും. ഹൃദയത്തിൽ രോഗം ബാധിച്ചവർക്ക് ഹിദായത്ത് കിട്ടില്ല, തൗഫീഖ് ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിലെ രോഗം കൊണ്ട് അവർക്ക് ഈ നന്മ പിൻപറ്റാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും. അല്ലെങ്കിലോ ഇങ്ങനെ കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുക. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചാൽ ഫല്യത്തുബ് ഇലല്ലാഹ്, അവൻ എന്താക്കട്ടെ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങട്ടെ. വല്യൻജ അൻ ഗയ്യിഹി, എന്നിട്ട് അവനെ ബാധിച്ചിട്ടുള്ള ആ സംശയരോഗത്തിൽ നിന്ന് അവൻ എത്രയും പെട്ടെന്ന് മുക്തമായി നിൽക്കുകയാണ് വേണ്ടത്. അതിന്ന് ഇറങ്ങി പോരെയാണ് അവൻ വേണ്ടത്. ഇനി വമൻ തവഹമ തനാഖുള ഫീ കിതാബില്ലാഹി തആല ഔ ഫീ സുന്നത്തി റസൂലിഹി ഔ ബൈനഹുമ ഫദാലിക. ഇനി അതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണങ്ങൾ എന്താണ്? ഒന്ന് ലിക്കില്ലത്തി എൽമിഹി, അവൻ അറിവിന്റെ കുറവുകൊണ്ടേയിരിക്കും. ഇത് ഈ ആയത്തും ഈ ഹദീസും തമ്മിൽ സംയോജിപ്പിക്കേണ്ട, ഏതാണ് ആദ്യം ഇറങ്ങിയത് ഏതാണ് പിന്നിറങ്ങിയത്, അതിൽ നിന്ന് തന്നെ എന്താണ് ഹുക്മ് നിർദ്ധാരണം ചെയ്തെടുക്കേണ്ടത് എന്ന അറിവില്ലായ്മ കൊണ്ടാണ് ഒന്നെങ്കിൽ അത് സംഭവിക്കുക, അല്ലെങ്കിൽ ഖുസൂർ ഫഹ്മിഹി, അവൻ മനസ്സിലാക്കിയത് എന്തോ പ്രശ്നമുണ്ട്, അപ്പോഴാണ് അവന്റെ ഫഹ്മിന് ഏറ്റക്കുറവ് വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുക. അല്ലെങ്കിൽ തക്സീരിഹി ഫി തദബ്ബുർ, നല്ലോണം ഒന്നും ആലോചിക്കാത്തത് കൊണ്ടാണ്, പ്രമാണങ്ങളുടെ വിഷയത്തിൽ നന്നായി ഒന്നും ആലോചിക്കാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ട് ഫല്യബ്ഹസ് അനിൽ ഇൽം, അവൻ അറിവ് കേടി കൂടുതൽ അന്വേഷിച്ചു പോകട്ടെ. വല്യജ്തഹിദ് ഫി തദബ്ബുർ, അവൻ ആ പ്രമാണങ്ങളെ ഉറ്റാലോചിക്കുന്ന വിഷയത്തിൽ കൂടുതൽ എന്താകട്ടെ, ഇജ്തിഹാദ് നടത്തട്ടെ, പരിശ്രമം നടത്തട്ടെ. ഹത്ത യതബയ്യന ലഹുൽ ഹഖ്, അപ്പൊ അവൻ എന്താകും? സത്യം ബോധ്യപ്പെടും. ഫൈൻ ലം യതബയ്യൻ, എന്നിട്ടും അവൻ ആ വിഷയത്തിൽ ഒരു ബോധ്യം വരുന്നില്ലെങ്കിൽ ഫല്യക്കിലിൽ അംറ ഇലാ ആലിമിഹി, ആ വിഷയത്തിൽ അറിവുള്ള ഒരാളെടുത്ത് പോയി ഇന്ന് സംസാരിച്ച് അയാൾ എന്താണോ പറയുന്നത് അത് സ്വീകരിക്കാൻ രൂപത്തിൽ ഓൻ എന്താക്കട്ടെ, തവക്കുലാക്കട്ടെ, അവിടേക്ക് തവക്കുലാക്കട്ടെ. അഥവാ ഒരു പണ്ഡിതനാണ് എന്നവർ ബോധമുള്ള ഒരാളെടുത്ത് പോയി സംസാരിച്ച് അയാൾ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണെന്ന് ഉറപ്പുവരുത്തി, മനഹജ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി അയാളോട് പോയി സംസാരിച്ച് അയാൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് അവൻ എത്തണം. വല്യകിഫ് അൻ തവഹുമിഹി, ഇങ്ങനത്തെ വഹമുകൾ, സംശയങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അവൻ മാറി നിൽക്കണം. എന്നിട്ട് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ട രീതി എന്താണ്? ഇൽമിൽ റാസിഖീങ്ങളായ ആളുകൾ പറയുന്നത് പോലെ പറയാൻ നമുക്ക് പറ്റണം. ആ വിഷയം എന്താണ്? ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിന. ഇപ്പൊ ചിലതൊക്കെ നമുക്ക് മനസ്സിലാകാതെ വന്നാലും എന്താ നമ്മുടെ നിലപാട്? ആമന്നാ ബിഹി, അത് നമ്മളത് വിശ്വസിച്ചു. കാരണം എന്താ? കുല്ലും മിൻ ഇൻദി റബ്ബിന, ഇതൊക്കെ നമ്മുടെ റബ്ബ് പറഞ്ഞതാണ്. റബ്ബ് പറഞ്ഞ എല്ലാ കാര്യത്തിലും വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ എന്റെ ബാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കി അത് വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ നിലപാട്. വല്യഅലം അന്നൽ കിതാബ വസ്സുന്നത ലാ തനാഖുദു ഫീഹിമ വലാ ബൈനഹുമ വലാ ഇഖ്തിലാഫ്, ഒരിക്കലും തന്നെ ഒന്നൊന്നിനെ നിഷേധിച്ച് കളയുകയില്ല, ഒന്നൊന്നിനെ പരസ്പര വൈരുദ്ധ്യമായ കാര്യം ഖുർആൻ അതിനകത്ത് തന്നെ ഉണ്ടാകൂല, ഹദീസ് അത് പരസ്പരം ഉണ്ടാകൂല. ഇനി ഖുർആനും ഹദീസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പൊ ഇതാണ് സിഫത്തുകളുടെ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട്. ഓക്കെ, ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അവന്റെ സിഫത്തുകളുടെ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കും എങ്ങനെ? ബിലാ തഹരീഫിൻ വലാ തഅ്തീലിൻ വലാ തകീഫിൻ വലാ തംസീലിൻ. ഈ 4 കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ നമ്മൾ വിശ്വസിക്കുക. ഒന്ന്, ബിലാ തഅ്തീൽ, നമ്മൾ നിഷേധിക്കൂല. അള്ളാഹു അവൻ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സിഫത്തും നമ്മൾ എന്താക്കൂല? നിഷേധിക്കൂല. ഒരു സിഫത്തും നമ്മൾ നിഷേധിക്കൂല. രണ്ടാമത് തഹരീഫ്, ആ അർത്ഥങ്ങളെ ആ വാക്കുകളെ വേറൊരു അർത്ഥത്തിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് അത് അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുകയും നമ്മൾ ചെയ്യൂല. അള്ളാഹു പറഞ്ഞ ഏതെങ്കിലും ഒരു സിഫത്തുകൾ, ആ സിഫത്തുകൾ വിശ്വസിക്കുന്നിടത്ത് അതിന്റെ അർത്ഥം പറയുന്നിടത്ത് നമ്മുടെ നിലപാട് എന്താണ്? ആ വാക്കിന്റെ ലാഹിറായ അർത്ഥം എന്താണ്? ആ അർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കും. നമ്മൾ എന്താക്കൂല? തഹരീഫ് നടത്തൂല. അതിന്റെ അർത്ഥം ഇന്നൊന്നാണ് എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കാൻ നമ്മൾ നിൽക്കൂല. തംസീൽ നമ്മൾ നടത്തൂല. അള്ളാഹുവിന്റെ സിഫത്തുകളെ, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്തുകളെ നമ്മൾ എന്താക്കൂല? ഉദാഹരിക്കൂല. നമുക്ക് പരിചിതമായ മറ്റു സിഫത്തുകളുമായി നമ്മൾ ഉദാഹരിക്കില്ല. തക്കീഫ് നടത്തൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളുടെ വിഷയത്തിൽ നമ്മൾ ഒരു രൂപം പറയുക, അത് നമ്മൾ എന്താക്കൂല? ചെയ്യൂല. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമായതാണ്, ബറാഅത്ത് പ്രഖ്യാപിക്കുന്നതാണ് അഹ്ലുസുന്നയുടെ അഖീദ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഭാഗത്തോടു കൂടെ അസ്മാഉ സിഫാത്തിലുള്ള കാര്യങ്ങൾ ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് തന്നെ ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഖവാഇദുൽ മുസ്ല.
ഫി സിഫാത്തില്ലാഹി വ അസ്മാഇഹി എന്ന പേരിൽ വിശദീകരിച്ച് ഒരു ചെറിയ കുത്തേബാണ്, ഒരു 15 പേജൊക്കെ പരമാവധി വരുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അൽ ഖവായിദുൽ മുസ്ലിം ഫി സിഫാത്തില്ലാഹി വ അസ്മാഇഹി. അള്ളാഹുവിന്റെ സിഫത്തുകളിലും ഇസ്മകളും ഉൾക്കൊള്ളുന്നിടത്ത് വിശ്വസിക്കുന്നിടത്ത് നമ്മൾ പാലിക്കേണ്ട കായികകൾ, അടിസ്ഥാന നിയമങ്ങൾ എന്താണ് എന്ന് പോയിന്റാക്കി രചിച്ചിട്ടുള്ള ഗ്രന്ഥം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലക്ക് ഉണ്ട്. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് വാചകങ്ങളായി നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ സിഫത്തുകളും എടുത്ത് പോകുമ്പോൾ ഓരോ സിഫത്തും നമ്മളിങ്ങനെ പറയും, ഇന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്, തെളിവ് ഇന്നതാണ്, അത് വിശ്വസിക്കേണ്ട രൂപം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകുന്ന രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഭാഗങ്ങളുള്ളത്.